ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ നെക്കാണ് ഇവിടെ വെട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടി ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. അതിൻ്റെ നീളം എന്ന് പറയുന്നത് ലെങ്ത് 9 ഇഞ്ച്. ഇനി അതിൻ്റെ വിഡ്ത്ത് പറയുന്നത് 8 ഇഞ്ച്. അപ്പോൾ എന്നിട്ട് ആ ക്യാൻവാസ് പേപ്പറിനെ രണ്ടായിട്ട് മടക്കിയിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്കെയിൽ വെച്ച് ഒരു വര വരയ്ക്കുക. എന്ന് പറഞ്ഞാൽ അതിന് ലെവൽ നേരെ ശരിയാകാൻ വേണ്ടിയാണ്, നമുക്ക് കറക്റ്റായിട്ട് അളവ് പിടിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മളിവിടെ കഴുത്തകലമായിട്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. കഴുത്തകലം 3 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. 3 ഇഞ്ച്. എന്നിട്ട് ലെങ്ത്, കഴുത്തിൻ്റെ ഇറക്കം 7 ഇഞ്ച് അടയാളപ്പെടുത്തണം. വിഡ്ത്ത് 3 ഇഞ്ചും ലെങ്ത് 7 ഇഞ്ചുമാണ്. അതേപോലെ ആ താഴ്വശത്തും ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഈ സൈഡിലും ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തണം. അതിന് ശേഷം അതിനെ ഒരു സ്ക്വയർ രൂപത്തിൽ വരച്ചെടുക്കുക സ്കെയിൽ വെച്ച്. എന്നിട്ട് നമ്മൾ ഈ സൈഡ് ഓപ്പൺ അല്ലാത്ത ഭാഗത്തിൻ്റെ ആ സൈഡിൽ നിന്ന് മുകളിലോട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അങ്ങോട്ട് ഒരു 1/2 ഇഞ്ചും ഈ കഴുത്തിൻ്റെ. എന്നിട്ട് അപ്പുറത്തെ സൈഡിലും ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു വര വരയ്ക്കുക. 2 ഇഞ്ച് ആ സൈഡിലും ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു വര വരയ്ക്കുക. എന്നിട്ട് അവിടെ നിന്നും 1 ഇഞ്ച് റൗണ്ട് കഴുത്തിന് വേണ്ടി 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. റൗണ്ട് വരയ്ക്കാൻ വേണ്ടി ആ മുകളിൽ വരച്ച വരയുടെ അവിടെ നിന്ന്. എന്നിട്ട് അത് റൗണ്ടിൽ വരച്ച് വരിക, റൗണ്ട് നെക്ക് പോലെ. എന്നിട്ട് ആ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് കോണോട് കോണായിട്ട് താഴോട്ട് ആ 7 ഇഞ്ചിലോട്ട് ഒരു വര വരയ്ക്കുക. ആ വര സ്കെയിൽ വെച്ച് നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് അതേപോലെ ഈ റൗണ്ട് വരച്ച ആ കഴുത്ത് വരച്ച അവിടെ ചുറ്റിനും ഇതിപ്പോൾ ഈ സ്കെയിൽ വെച്ചേക്കുന്നത് റൗണ്ട് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ്, തെറ്റ് കൂടാതെ വരാൻ വേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞ് എന്നിട്ട് ഇനി ആ സ്കെയിൽ വെച്ച് ആ ടേപ്പ് വെച്ചിട്ട് 1 ഇഞ്ച് അതിന് ചുറ്റും അടയാളപ്പെടുത്തുക. എല്ലാവർക്കും പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ 1 ഇഞ്ച് ഇങ്ങനെ ആ വരച്ചതിൻ്റെ അതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് നമ്മളത് വരച്ചെടുക്കണം. എന്നിട്ടിത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇനി വേറൊരു സ്റ്റിച്ചുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഇങ്ങനെ 2 ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക, 2 സൈഡും. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു നെക്കാണ് കിട്ടുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.